CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ISLന്റെ രണ്ടാം പാദ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫിക്സ്ചറും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ക്വാമി പെപ്രയുടെ പരിക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ക്വാമി പെപ്രയുടെ പരിക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിലവിൽ വളരെ മികച്ച പ്രകടനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്ര. കലിംഗ സൂപ്പർ കപ്പിലെ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തുപോയ ക്വാമി പെപ്രയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയേറെ ആശങ്കയുണ്ട്. കാരണം താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഈ ജനുവരി 31 തുടങ്ങുന്ന ISLന്റെ രണ്ടാം പാദ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരത്തിൽ ക്വാമി പെപ്ര കളിക്കളത്തിൽ ഇറങ്ങുമോ എന്നാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യം. പക്ഷേ നിലവിൽ ഇപ്പോൾ പെപ്രയുടെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ സൂപ്പർ താരമായ ക്വാമി പെപ്രയ്ക്ക് യാതൊരു ഫിറ്റ്നസ് ഇഷ്യൂസും ഇല്ല. കൂടാതെ താരം ഉടൻ തന്നെ പരിശീലനത്തിന് ഇറങ്ങുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പെപ്ര അഥവാ കളിക്കളത്തിലേക്ക് ഇറങ്ങില്ല എന്ന് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു ചോയ്സ് എന്നത് സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിത തന്നെയായിരുന്നു. പക്ഷേ നിലവിൽ താരവും AFC ഏഷ്യ കപ്പിൽ നിന്നും പരിക്ക് പറ്റിക്കൊണ്ട് പുറത്താണ്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ രണ്ടാം പാദ മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ ക്വാമി പെപ്ര അവൈലബിൾ ആയിരിക്കുമെന്നും കൂടാതെ തന്നെ ഉടൻ തന്നെ താരം പരിശീലനത്തിന് എത്തുമെന്നുമാണ്. ഇനി അടുത്തൊരു വാർത്ത എന്നത് കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ISLന്റെ രണ്ടാം പാദ മത്സരങ്ങളുടെ ഫിക്സ്ചർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫിക്സ്ചർ ആണ് ഇനി നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത്. നിലവിൽ ഏതായാലും ഇപ്പോൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടാം ഘട്ട മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 2024 ജനുവരി 31 ബുധനാഴ്ച ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് ജംഷഡ്പൂർ എഫ്സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുമാണ്. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ജംഷഡ്പൂരിൽ വെച്ച് തന്നെയാണ്. ഫെബ്രുവരി 3 ISLലെ 2023-24 കാത്തിരുന്ന ആദ്യ കൊൽക്കത്തൻ ഡെർബി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവ ഭാരതി സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ്. ഇതിനുശേഷം ഫെബ്രുവരി 2 നടക്കുന്ന മത്സരത്തിലാണ് പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ശക്തരായ ഒഡീഷ FC അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടാൻ പോകുന്നത്. ഈ ഒരു മത്സരം ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പോരാട്ടം കൂടിയാണ്. കാരണം തുല്യ ശക്തികളായ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കളിക്കളത്തിലും ഉഗ്രൻ പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചിയിൽ വെച്ച് ഫെബ്രുവരി 12 2024 ആദ്യ ഹോം മത്സരം അരങ്ങേറുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായ പഞ്ചാബ് FC ആണ് കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ പ്രതീക്ഷകളെല്ലാം തന്നെ കൈവിട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന പോരാട്ടങ്ങളിൽ മികച്ച ഫോം നിലനിർത്തി കൊണ്ടുപോയാൽ ഇത്തവണ കിരീടം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ ഒരു 10ാം സീസണിലെ രണ്ടാം പാദ മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫിക്സ്ചറിലേക്ക് ഒന്ന് കടക്കാം. രണ്ടാം ഘട്ട പോരാട്ടത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരം വരാൻ പോകുന്നത് ഫെബ്രുവരി 2 ഒഡീഷ എഫ്സിക്കെതിരെയാണ്. ഇതിനുശേഷം ഫെബ്രുവരി 12 പഞ്ചാബ് എഫ്സിക്കെതിരെയാണ് അടുത്ത മത്സരം. ഫെബ്രുവരി 16 ചെന്നൈയിൻ എഫ്സിക്കെതിരായും ഫെബ്രുവരി 25 FC ഗോവയ്ക്കെതിരായും കൂടാതെ തന്നെ മാർച്ച് 2 ബംഗളൂരു എഫ്സിക്കെതിരായും കൂടാതെ മാർച്ച് 13 മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരായും കൂടാതെ മാർച്ച് 30 ജംഷഡ്പൂർ എഫ്സിക്കെതിരായും കൂടാതെ ഏപ്രിൽ 3 ഈസ്റ്റ് ബംഗാളിനെതിരായും ശേഷം ഏപ്രിൽ 6 നോർത്ത് ഈസ്റ്റിനെതിരെയും ഇതിനുശേഷം ഏറ്റവും അവസാനമായി കൊണ്ട് ഏപ്രിൽ 12 ഹൈദരാബാദ് എഫ്സിക്കെതിരെയും ബ്ലാസ്റ്റേഴ്സ് കളിക്കും. പക്ഷേ തിരിച്ചടി ആയത് എന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു 10 മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെ 4 മത്സരം മാത്രമാണ് ഹോം മത്സരമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം തന്നെ എവേ മത്സരങ്ങളാണ്. ഇതുകൂടാതെ ഈ ഒരു 10ാം സീസണിലെ രണ്ടാം ഘട്ട പോരാട്ടങ്ങളുടെ ടൈമും വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരം AM 30 മാറ്റിയിട്ടുണ്ട്. കൂടാതെ വൈകുന്നേരങ്ങളിൽ
നടക്കുന്ന മത്സരം 5 മണിക്കേക്കും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.